Na 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 na. സംരക്ഷണം മറ്റുള്ളവരുടെ കർത്താവിനോട് സംഗീതവും കോട്ടയിൽ ഞാൻ ആശ്രയിക്കുന്നത് ദൈവം എന്ന് പറയും. അവിടുന്ന് അവിടുന്ന് ചെയ്യുമാർച്ചോളും രാത്രിയിലെ വീരത്തെ വസ്ത്രത്തെ നിന്റെ വലുത സംഭവിക്കുകയില്ല. ദുഷ്ടന്റെ പ്രതിഫലം നിന്റെ കണ്ണുകളോട് നീ കാണുന്ന സമീപിക്കുകയില്ല. ഒരിടത്തോന്നും രാത്രി സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ എന്റെ കാത്തു വയ്ക്കാൻ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദങ്ങളിൽ തട്ടായിരിക്കാൻ അവിടുത്തെ കൈകളിൽ ചൂടിച്ചുകൊണ്ടിന്റെ ദിവസത്തെ സർവ്വതേക്കും അവസരത്തോട് ഞാൻ അവനെ രക്ഷിക്കും. അവന്റെ നാമമറിയുന്നവർ ഞാൻ അവനെ സംരക്ഷിക്കും. അവനെ വിളിച്ചു മതപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ്സംപ്രാശം ചെയ്യും. Our love
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമി മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സർവ്വവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വാഗ്ദാനബദ്ധരായ വിദ്യയായി ജീവിക്കുവാൻ അങ്ങയുടെ ദാസനെ വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ദൈവദൂതന്മാരെ സമ്പന്നരാക്കി അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ പരിശുദ്ധമായ നാമത്തിന്റെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഉദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ എന്നേക്കും. എന്റെ പുത്രിയെ ശ്രദ്ധിച്ചു കേൾക്കുക, നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെ നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവത്തിന്റെ സ്നേഹം മൂലം നിന്നെ തന്നെ മണവാട്ടിയായി തെരഞ്ഞെടുത്തു. കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായി നിഗമാറവളെ നിഗമിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭാഗത്തെ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്കും സൈറ്റുമുളകൾ പോലെയുമായിരിക്കും. ജീവിതത്തിലെ ഓരോ ദിവസവും കർത്താവ് സഹയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവത്തിന്റെ സ്നേഹം പോലെ നിന്നെ തന്നെ മണവാട്ടിയായി തെരഞ്ഞെടുത്തു. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മൂടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. അന്ധകാരത്തിൽ നടക്കില്ല എന്ന് നിശ്ചിത കർത്താവ് ഈ നവദമ്പതിമാരുടെ ജീവിതത്തിൽ പ്രകാശവും ജീവനുമായിരിക്കട്ടെ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ശരീരങ്ങളെ വേർപിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനം നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിന്റെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും.
പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങേ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എൻ്റെ സഹോദരരെ, വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ കർത്താവെ ആസ്വദിക്കണം. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കുവാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവകവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനുസ്മരണമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുൻപ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടുകൂടെ ജീവിക്കുവിൻ. സ്ത്രീ ബലഹീനപാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശിനി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കുവാൻ വേണ്ടിയാണ്. നമ്മുടെ കർത്താവായ യേശുവിന്റെ സ്തുതി. പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ യേശുവിന്റെ സ്തുതി. അധ്യായം 10 വാക്യങ്ങൾ 2 മുതൽ. ഫരിസേയർ വന്ന് യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണ്? അവൻ മറുപടി പറഞ്ഞു, മോശെ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. ഈശോ പറഞ്ഞു, ഇത് നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുവിന്റെ സ്തുതി. ഇന്ന് വിവാഹിതരാകുന്ന ജിജോ ജോസ്, വലിയ സാന്ദ്ര, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഒത്തിരിയേറെ സന്തോഷത്തോടും പ്രാർത്ഥനയോടും പ്രതീക്ഷകളോടും കൂടി നിങ്ങൾ രണ്ടുപേരും ഇന്ന് കർത്താവിൻ്റെ
കർത്താവിൻ്റെ സന്നദ്ധയിൽ ഒന്നു ചേർന്നിരിക്കുകയാണ്. നിങ്ങളോടൊപ്പം നിങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും സ്നേഹിതരും എല്ലാം ഈ ആലയത്തിൽ ഒന്നു ചേർന്നിരിക്കുന്നു. നിങ്ങൾ ആരംഭിക്കുന്ന കുടുംബജീവിതത്തിന് എല്ലാ നന്മകളും പ്രാർത്ഥിക്കുന്നതിനും ആശംസിക്കുന്നതിനുമായി അവരെല്ലാവരും ഇവിടെ ഒന്നു ചേരുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ നിങ്ങൾ ആരംഭിക്കുന്ന കുടുംബജീവിതത്തിന് എല്ലാ നന്മകളും സ്നേഹത്തോടെ ആശംസിക്കുന്നു. എല്ലാവരുടെയും ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥന, ദൈവമേ ഇവരെ അനുഗ്രഹിക്കണം, ജീവിതകാലം മുഴുവൻ അങ്ങേക്ക് പ്രീതികരമായി ജീവിക്കുവാൻ ഇവരെ സഹായിക്കണം എന്ന പ്രാർത്ഥനയോടെയാണ് എല്ലാവരും അവരുടെ ഹൃദയങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തുന്നത്. അത് അങ്ങനെ തന്നെ ആയിത്തീരട്ടെ എന്നും പ്രാർത്ഥിക്കുകയാണ്. ലിജോ ജോസും മരിയ സാന്ദ്രയും ദൈവത്തിൻ്റെ കൃപയാൽ ഇന്ന് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ സഭയിലെയും സമൂഹത്തിലെയും പുതിയ കുടുംബമായി ഉയർത്തപ്പെടുന്നു. ഇങ്ങനെ നിങ്ങൾ പുതിയ കുടുംബം ആരംഭിക്കുമ്പോൾ ഈശോ പറഞ്ഞ ഒരു ചെറിയ ഉപമ നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ ഈശോ പറയുകയാണ്, എൻ്റെ വചനം കേട്ട് അതനുസരിച്ച് ജീവിക്കുന്നവൻ പാറമേൽ അടിസ്ഥാനമിട്ട് ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനാണ്. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റാഞ്ഞടിച്ചു, എന്നാൽ ആ ഭവനം വീണില്ല. എന്നാൽ മണൽപ്പുറത്ത് ഭവനം പണിത വിവേകരഹിതനായ മനുഷ്യൻ കാറ്റും കോളും ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവൻ്റെ ഭവനം തകർന്നു പോയെന്ന് ഈശോ പറയുകയാണ്. എൻ്റെ കാരണം ഈശോ ഉപമിക്കുന്നത് എൻ്റെ വചനം കേട്ട് അതനുസരിച്ച് ജീവിക്കാത്തവൻ മണലിൽ ഭവനം പണിത വിവേകരഹിതനായ മനുഷ്യനെ പോലെ ആയിരിക്കുമെന്ന് ഈശോ പറയും. എനിക്ക് ജിജോയോടും മരിയ സാന്ദ്രയോടും പറയാനുള്ളത് ഇത് തന്നെയാണ്. നമ്മൾ തീരുമാനിക്കുന്ന 7 അടിസ്ഥാനത്തിന്മേൽ നിങ്ങളുടെ കുടുംബജീവിതമാകുന്ന ഭവനം പണിയണം, നിലനിർത്തണം. വിവേകമതിയായ മനുഷ്യനെ പോലെ വേണമോ, വിവേകരഹിതനായ മനുഷ്യനെ പോലെ വേണം? തീർച്ചയായും രണ്ടുപേരും കത്തോലിക്ക കുടുംബങ്ങളിൽ നിന്ന് വരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും, വിവേകമതിയായ മനുഷ്യനെ പോലെ ഉറപ്പുള്ള അടിസ്ഥാനത്തിൻ്റെ ഭവനം നമ്മൾ പണിയണം. അതിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ദൈവത്തിൽ ആശ്രയിച്ചുള്ള ഒരു കുടുംബജീവിതം, ദൈവത്തിലും ദൈവവിശ്വാസത്തിലും ആഴപ്പെട്ടുള്ള ഒരു കുടുംബജീവിതം. വിശ്വാസം ഈശോ പറഞ്ഞ അതാണ്, കർത്താവിൻ്റെ വചനത്തിൽ അധിഷ്ഠിതമായൊരു കുടുംബജീവിതമാണ് പാറമേൽ പണിയപ്പെടുന്ന ഭവനം. രണ്ടുപേരും ആ ഒരു വിശ്വാസത്തിലാണ് ഇപ്പോൾ ഈ ഉദാസ സ്വീകരിക്കുന്നത്. ദൈവമാണ് ഞങ്ങളെ ഒന്നിപ്പിക്കുന്നതെന്ന് ബോധ്യവും വിശ്വാസവും. ഈശോ പറഞ്ഞു, ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ദൈവമാണ് നിങ്ങളെ ഒന്നിപ്പിക്കുന്നതെന്ന ബോധ്യം, വിശ്വാസമായിരിക്കണം നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനമായി നിൽക്കേണ്ടത്. ആ ബോധ്യത്തിലാണ് സഭ ഇക്കാലവും നിൽക്കുന്നത്. കത്തോലിക്ക സഭയുടെ വിവാഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനം ഇതാണ്, ദൈവമാണ് ദമ്പതികളെ വിവാഹത്തിൽ ഒന്നിപ്പിക്കുന്നത്. ഇവിടെ നൽകുന്ന രണ്ടുപേരുടെയും സമ്മതം ചോദിച്ചിട്ട് ഇരുവരുടെയും വലതുകരം ചേർത്ത് പിടിച്ച് നിർത്തിക്കൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ വൈദികൻ നൽകുന്ന ആശീർവാദ പ്രാർത്ഥനയും പറയുന്നത്, അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. മനസ്സിൻ്റെ ഐക്യത്തോടും ഹൃദയത്തിൻ്റെ ഐക്യത്തോടും കൂടെ പരിശുദ്ധമായ കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവേ യേശുമിശിഹ വിവാഹത്താൽ നിങ്ങളെ ബന്ധിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് വൈദികൻ നൽകുന്ന ആശീർവാദ പ്രാർത്ഥനയോടുകൂടിയാണ് നിങ്ങൾ സഭയിൽ പുതിയ കുടുംബമായി ഉയർത്തപ്പെടുന്നത്.
ഇതാണ് അതിൻ്റെ കാര്യം. ഇതാണ് വിശ്വാസ സമയം. അപ്പം ആ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഞങ്ങളെ ഒന്നിപ്പിച്ച ദൈവമേ, യേശുവേ നന്ദി എന്ന് ദിവസവും പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ജീവിക്കാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം, ഈശോ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നാഥനായിരിക്കണം. നിങ്ങൾ എവിടെ പോയാലും എവിടെയായിരുന്നാലും ഈശോയെ ആയിരിക്കണം നിങ്ങളുടെ കുടുംബത്തിൻ്റെ നാഥൻ. അതിന് മുകളിൽ നിങ്ങൾ വരണം. മറിച്ച് ആ ഈശോയ്ക്ക് കീഴ്പ്പെട്ട് യേശുവിൻ്റെ ആഗ്രഹങ്ങൾ അനുസരിച്ച്, വചനമനുസരിച്ച് നിങ്ങൾ ജീവിക്കുക. അപ്പോൾ നിങ്ങളുടെ ജീവിതം സുരക്ഷിതവും സ്വസ്ഥവുമായി. നമ്മുടെ വീടുകളിലെല്ലാം ഈശോയുടെ തിരുഹൃദയ രൂപമുണ്ട്, പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ആ രൂപത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പം അവിടെ പ്രാർത്ഥിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ, കുടുംബത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നുവെന്ന് നമ്മൾ പറയും. ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അത് നിങ്ങൾക്ക് ഉണ്ടാകും. ഈശോയായിരിക്കണം നിങ്ങളുടെ കുടുംബത്തിൻ്റെ നാഥൻ. മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ നല്ല ജീവിതം കണ്ട് നിങ്ങളുടെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും മാത്രമല്ല എല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കാൻ ഇടയാണ്. നിങ്ങളെ അനുഗ്രഹിച്ചുയർത്തുന്ന കർത്താവിൻ്റെ കൃപയുടെ കരം എന്ന് നിങ്ങളുടെ മേൽ ഉയർന്നു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. കർത്താവായ ദൈവമേ, മധുരമായ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അവരുടെ ശാന്തിയെ സമാധാനവരെ നിറയ്ക്കുകയും അവരുടെ ദാസന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അവരുടെ സ്നേഹത്തിന് ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നയിക്കും. പ്രിയ സഹോദരരെ, ഈ വധൂവരന്മാർ വിവാഹമെന്ന കൂദാശയാൽ ബന്ധിതരാകുവാൻ പോകുന്നു. ഈ കൂദാശയോഗ്യതയോടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. അങ്ങയുടെ അനന്തമായ പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യാഭർത്താക്കന്മാരാകാൻ സ്നേഹത്തിൽ ഒന്നിപ്പിക്കുന്ന കൂദാശയോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാകരം സമൃദ്ധമായി ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ജിജോ ജോസ്, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ മരിയ സാന്ദ്രയെ എൻ്റെ ഭാര്യയായി നീ സ്വീകരിക്കുന്നു. മരിയ സാന്ദ്ര, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ജിജോ ജോസിനെ നിന്റെ ഭർത്താവായി നീ സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണ്. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കുക. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടെ കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവ് യേശു മിശിഹ വിവാഹത്തെ നിങ്ങളെ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. വിശ്വാസത്തിലെ സ്നേഹത്തിന് മധ്യവരന്മാരെ ബന്ധിക്കുന്ന ഐക്യത്തിന്റെ പ്രതീകമായി താല്പര്യമായ സ്നേഹത്തിന് പൂർണ്ണമായ വിശ്വസനങ്ങളെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങളുടെ സന്തോഷമുതൽ സ്വീകരിക്കുവാനും അവയുടെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധനായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന പുരുഷവർക്ക് ശക്തി നൽകട്ടെ. ഇവരുടെ വിശ്വസതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും കർത്താവായ ദൈവമേ, ഇവരുടെ വിശ്വസതയുടെയും സ്നേഹത്തിന്റെ അടയാളമായ ഒരു പരസ്പരം അണിയിക്കുന്ന ഈ മോദനങ്ങൾ അങ്ങ് ആശീർവദിക്കണമേ. പിതാവിന്റെയും
അനുഗ്രഹിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സമയ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ നമുക്ക് ഇടയാക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. ആമേൻ. സഹോദരരെ, നിങ്ങൾ തലവെച്ച് ആശീർവാദം സ്വീകരിക്കുകയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ഹൃദയങ്ങളും മനസ്സുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ആരാധനായ പിതാവിനോട് വാഗ്ദാനങ്ങളിൽ എത്തിക്കപ്പെട്ടിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന ലിജോയ്ക്കും മരിയാസാന്ദ്രയ്ക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആശീർവാദ പ്രാർത്ഥനയെ പങ്കുചേരും. സർവശക്തനായ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താൽ പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാൽ അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മെശിഹായെപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളോട് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സ്വസ്ഥതയോടെ നിങ്ങളെ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ അവിടുന്ന് നിങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഉള്ളിൽ വരണേ, ഉള്ളം കാണണേ, ഉള്ളം തേടുന്നേ, സ്നേഹം നൽകണേ, ഉള്ളതെല്ലാം നൽകുന്നു. നിന്നെ സ്വന്തമാക്കുവാൻ സ്നേഹമേ
സത്യമായി വാ. നീ എൻ സർവ്വമായി വാ. എന്നെ പൂർണ്ണമായി അറിയും സ്നേഹമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലങ്കയെ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിന്റെ തണലിൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറയെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിന് ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവായ മിശിഹായേ, ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധമറിയത്തിന്റെയും തിരുക്കുടുംബത്തിന്റെ നായകനായ മാർ യൗസേപ്പിന്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശ്വരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹം എന്ന കൂദാശയ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബജീവിതം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്തെ സഹായിക്കാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. ഇപ്പോഴും